ഇവിടെ സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഹൈക്കോടതിക്കെതിരെയാണെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അതിന് കാരണമായി പറഞ്ഞത് അന്വേഷിക്കുന്ന SIT എന്നാണ്. പക്ഷേ ആ SITയുടെ അന്വേഷണം മുടന്തുകയാണെന്നും അതിൽ സീരിയസ് ആയ വിശ്വാസത പ്രശ്നമുണ്ടെന്നും ഡിസംബർ 5-ന് ശേഷം അന്വേഷണ സ്തംഭനമാണെന്നും സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് ജനത്തിനിടയിൽ ആശങ്ക ഉണ്ടാക്കുമെന്നും പറഞ്ഞ് അതേ ഹൈക്കോടതി തന്നെയാണ് ശ്രീ സുരേഷ് കുമാർ പോറ്റിക്കടക്കം ജാമ്യം കിട്ടാൻ പോകുന്നു. തൊണ്ടി എവിടെയെന്ന് അറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് SITയോട് ഇപ്പോഴും ഇത്രത്തോളം പൂർണ്ണമായ വിശ്വാസം? നോക്കൂ ഹാഷ്മി, SITയോട് ഞങ്ങൾക്കല്ല പൂർണ്ണമായ വിശ്വാസം. ഞങ്ങളുടെ വിശ്വാസത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. എൻ്റെയും സഹ പാനലിസ്റ്റുകളുടെയും അതുപോലെ തന്നെ ആങ്കറിൻ്റെയും ഒന്നും വിശ്വാസത്തിന് ഇവിടെ പ്രസക്തിയേയില്ല. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ വിശ്വാസമാണ് SITയുടെ മേലുള്ളത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ച് ഏതെങ്കിലും സന്ദർഭത്തിൽ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സീൽഡ് കവറിൽ റിപ്പോർട്ട് കൈമാറുന്ന ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വൈകൽ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിലുള്ള പരാമർശം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തിയിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? അവധാനതയില്ലാതെ ശരിയായ ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് SITക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനും അറിയാം. അതുകൊണ്ടാണ്, അതല്ലാതെ ഇതിനെ നമുക്ക് രാഷ്ട്രീയമായി വളച്ചൊടിക്കാനോ നമ്മൾ കരുതുന്ന നിലയിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന വിലയിരുത്തൽ നടത്താനോ ഈ സന്ദർഭത്തിൽ സാധ്യമാകുകയില്ല. സുരേഷ് കുമാർ, ഇവിടെ ദിസ് ഷോസ് സീരിയസ് ലാക്സിറ്റി ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ക്രൈം ആൻഡ് കാസ്റ്റ് ഷാഡോ ഓഫ് ഡൗട്ട് ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഗുരുതരമായ വിശ്വാസ പ്രശ്നം ഈ അന്വേഷണത്തിലുണ്ട്, ഗുരുതരമായ സംശയത്തിന് നിഴലാണ് അന്വേഷണ സംഘം എന്നൊക്കെ പറഞ്ഞതും ഹൈക്കോടതി തന്നെയാണ് സുരേഷ് കുമാർ. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന കോടതിയാണ് കുറ്റപത്രം വൈകുന്നതിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദൈനംദിനം അതിൻ്റെ കേസിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇതുമായി നിരന്തരമായി കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ എവിഡൻസിൻ്റെ ലാപ്സിൽ, അതിൻ്റെ അഭാവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചാലുണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് എനിക്കും ഹാഷ്മിക്കും പ്രാഥമിക നിയമം അറിയാവുന്ന ഏതൊരാൾക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ തന്നെ നിയമവിദഗ്ധർ അതിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയും അത് മാധ്യമങ്ങളിലൂടെ വാർത്തയായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. ചില തെളിവുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഭാവമടക്കമുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ എടുപിടി എന്നുള്ള നിലയിൽ ധൃതി പിടിച്ച് നമ്മളൊരു കുറ്റപത്രം സമർപ്പിച്ചാൽ അതുണ്ടാക്കുന്ന അനന്തരഫലമെന്ന് പറയുന്നത് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ അവധാനതയോട് കൂടിയിട്ടുള്ള ഒരു കുറ്റപത്രം, കൃത്യമായ തെളിവുകൾ മതിയല്ലോ. തൊണ്ടി മുതൽ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യത്തിന്റെ ക്രൈം സ്വഭാവം എന്താണ്? ഈ ദ്വാരപാലക ശില്പങ്ങൾ അപ്പാടെ അടിച്ചുകൊണ്ട് മറിച്ച് വിറ്റോ അതോ അതിൽ നിന്ന് സ്വർണ്ണം മാത്രം ഇളക്കി വിറ്റോ എന്ന കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. അന്വേഷണം തുടങ്ങിയിട്ട് 4 മാസങ്ങളേറെയായി. ഇത് ബേസിക് കോർ നമുക്കിപ്പോഴും അറിയില്ല. അപ്പോൾ പിന്നെ SIT എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞ് മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. നമ്മൾ SIT വിമർശിക്കുന്നത് ഈ പറഞ്ഞ ഹൈക്കോടതിക്കെതിരായ ഒരു വിമർശനമല്ല കേട്ടോ. അത് ചുമ്മാ ധാരണയാണ്. കാശ്മീർ ഒരു മിനിറ്റ് അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ഇന്ന സമയപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിക്കുന്ന സമയത്തിനകത്ത് കൃത്യമായി പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കെതിരായിട്ടുള്ള കുറ്റപത്രം കൃത്യമായി സമർപ്പിക്കണമെന്ന് നാം വാശി പിടിക്കരുത്. അത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എരിവും പുളിയും ചേർക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ജാമ്യം നിഷേധിക്കുന്ന ഉത്തരവിൽ, അതായത് ജാമ്യം കിട്ടിപ്പോകുന്നതിന് 2 ദിവസം മുമ്പ് കോടതി പറഞ്ഞ എന്താണ്? ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നൊക്കെയാണെങ്കിലും ഈ കേസിന്റെ ഗൗരവാവസ്ഥ കണക്കിലെടുത്ത് ഈ പ്രതികൾ പുറത്തേക്ക് പോയാൽ ഇവർ ഈ പത്മകുമാറിന്റെ കാര്യത്തിലടക്കമാണ് ഇവർ ഈ പറയുന്ന അന്വേഷണത്തിൽ ഇടപെട്ടുകൊണ്ട് തെളിവ് നശിപ്പിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ ഇടയാക്കും എന്ന മട്ടിൽ കോടതി പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് സ്വാഭാവികം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ കോടതിയുടെ ആ സംശയം അവിടെ നിൽപ്പുണ്ടല്ലോ. ഇവർ പുറത്തിറങ്ങിയാൽ അന്വേഷണത്തെ നാനാവിധമാക്കും എന്ന സംശയം കോടതി നമ്മുടെ സംശയമല്ല, ആശങ്ക പറയുന്നതാണ് അവർ ജാമ്യം കിട്ടി പുറത്തു പോകുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഒരു പേര് കൂടെ നമ്മൾ ഈ 2 പരാമർശങ്ങളെയും അല്ലെങ്കിൽ ഈ കോടതിയുടെ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന കോടതിയുടെ പരാമർശങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടവരത്തക്ക വിധത്തിൽ, അതായത് ഇത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ പരാമർശമാണ് എന്ന രൂപത്തിൽ ഈ പ്രേക്ഷകരോട് പറയരുത്. കാരണം
ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് SITയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിലുണ്ടാകുന്ന ഈ വേഗതക്കുറവിനെ സംബന്ധിച്ച് ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് വളരെ കൃത്യമായിട്ടാണ് പോകുന്നത്. മതിയായ തെളിവുകൾ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്ന കൃത്യമായ അറിവ്, ഇതെന്റെ ഊഹം മാത്രമാണ്, കൃത്യമായ അറിവ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ദേവസ്വം ബെഞ്ച് ആണെങ്കിലും സിംഗിൾ ബെഞ്ച് ആണെങ്കിലും ഹൈക്കോടതിയാണ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്താത്തത്. ശരി, ദേവസ്വം ബെഞ്ച് ആണെങ്കിലും സിംഗിൾ ബെഞ്ച് ആണെങ്കിലും അത് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതി പറയുന്ന പരാമർശങ്ങൾക്ക് ഒരേ ഗൗരവം തന്നെയാണ്. അതൊന്നിന് ഭയങ്കര ഗൗരവം, ഒന്നിന് ഗൗരവമില്ല എന്ന മട്ടിൽ വ്യാഖ്യാനിക്കല്ലേ? എല്ലാം കോടതി പറയുന്നതാണ്. സിംഗിൾ ബെഞ്ചിനും ബോധവും വിവരമുള്ള ജഡ്ജിയല്ലേ? ഇനി ഞാൻ സമയം ചോദിക്കില്ല. പറയൂ. ഇനി ഞാൻ സമയം ചോദിക്കില്ല. ഹൈക്കോടതിയുടെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ച് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകളാണ് പങ്കുവെക്കപ്പെടുന്നത്. അതാണ് മാധ്യമങ്ങൾ എക്സാഗ്രേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അന്വേഷണത്തെ ക്രിയാത്മകമായി പരിശോധിക്കുന്ന ദേവസ്വം ബെഞ്ച് യാതൊരു വിധത്തിലുള്ള ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പരാമർശവും SITക്കെതിരായി നടത്തുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഓക്കെ എന്ന് പറയുമ്പോഴും ഈ പറയുന്നത് ഹൈക്കോടതി തന്നെയാണെന്നേ. ഹൈക്കോടതി ഒരു ബെഞ്ച് പറയുന്നത് ആനക്കാര്യവും ഒരു ബെഞ്ച് പറയുന്നത് ഒരു കഥയില്ലാത്ത കാര്യം എന്ന് പറയാൻ പറ്റുമോ? രണ്ട് പറയുന്നത് ഹൈക്കോടതിയാണ്. നമ്മൾ ദേവസ്വം ബെഞ്ചിന്റെ പരാമർശങ്ങൾ ഗുരുതരമായി ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ അന്വേഷണത്തിൽ ഗുരുതരമായ വിശ്വാസ പ്രശ്നമുണ്ടെന്നും സ്വാഭാവിക ജാമ്യം കിട്ടിപ്പോകുന്ന ജനങ്ങൾക്കിടയിൽ ഗുരുതരമായ സംശയം ഉണ്ടാക്കുമെന്നും കോടതി പറയുന്നത് പറയണ്ടേ? അത് പറയുന്നത് ഹൈക്കോടതി തന്നെയാണ്. ഒരു തർക്കം അക്കാര്യത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.